പിറ്റേന്ന് തൃശ്ശൂരിലെ ഇത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കീഴിൽ രൂപപ്പെട്ട കാവ്യശിഖ എന്ന തൃശ്ശൂരിൽ പുറത്തേക്ക് കൂടി വ്യാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ആധിപത്യത്തിൽ ഇങ്ങനൊരു വലിയ ആഹ്ലാദ കൂടിച്ചേർച്ചില്ല വലിക്കുന്ന കാവ്യശിഖയെ ചെയ്യുകയാണ്. തീർച്ചയായും നമ്മളെപ്പോലുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അങ്ങേയറ്റം ആഹ്ലാദം പകരുന്ന ഒരു വിജയമാണ് ഇവിടെ കൈവരിച്ചത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അതിൽ ജനങ്ങൾ അവരുടെ ധീരത പ്രകടിപ്പിച്ചാൽ ഏത് ഫാസിസ്റ്റ് ഏകാധിപതിയെയും മുട്ടുകുത്തിക്കാനാവും എന്നതിന് തെളിവ് കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സമരവിജയം എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഒരു സമരത്തിൽ ഉന്നയിക്കപ്പെട്ട 3 മുദ്രാവാക്യങ്ങളും അംഗീകരിപ്പിക്കാവുന്ന രീതിയിൽ സമരം അത്രമാത്രം ശക്തമായി തീർക്കുന്നതാണ്. ഒരിക്കലും ഭരണകൂടം അവരുടെ ഇച്ഛയ്ക്ക് അനുഗുണമായ രീതി അവർ ആഗ്രഹിക്കുന്ന പോലെയല്ല വാസ്തവത്തിൽ അവർക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. കടുത്ത രീതിയിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി എങ്ങനെ അടിച്ചമർത്താൻ പക്ഷേ നാം കണ്ടിട്ടുള്ള ഏറ്റവും സമീപകാലത്ത് കണ്ട ഏറ്റവും ഭീകരമായ വൈറ്റ് ടെററിസം, വെള്ള ഭീകരത, പോലീസും അതുപോലെ തന്നെ ആർക്കും ഗുണ്ടകൾ പോലീസ് വേഷത്തിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെയൊക്കെ തന്നെ അതിഭീകരമായി മർദ്ദിക്കുന്ന കാഴ്ച, തല തല്ലിപ്പൊട്ടിച്ച് ചോരയൊഴിക്കുമ്പോഴും ഒട്ടും പിന്മാറാതെ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരകാലത്ത് നടത്തിയ വലിയ അഹിംസ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾ, ഉപ്പു സത്യാഗ്രഹമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ബാച്ച് ആദ്യം വരുമ്പോൾ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ബ്രിട്ടീഷ് പോലീസ് അവരെ അടിച്ച് തല പൊട്ടി താഴ്ത്തിടുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് അടുത്ത അടിയിട്ടുമെന്ന കുറച്ച് വിശ്വാസത്തോടുകൂടി അടുത്ത വളണ്ടിയർ ബാച്ച് അങ്ങോട്ട് ചെല്ലുന്നത് എന്ന കാര്യം നമുക്ക് അതുപോലെ ത്യാഗനിർഭരമായി ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ യൂത്തിനെ കുറിച്ചുള്ള നമ്മളുടെ പലപ്പോഴും നമ്മൾക്കുള്ള കാഴ്ചപ്പാടിനെ മുഴുവൻ ഉല്ലംഘിക്കുന്ന രീതിയിൽ ഏറ്റവും ധീരമായി സമരരംഗത്ത് ഉറപ്പിക്കുകയാണ്. അവരുടെ ഇച്ഛ ശക്തി കൊണ്ട് തന്നെയാണ് ഒരു നിലയ്ക്ക് ഒരു ഭീഷണിക്ക് മുഴങ്ങാതെ അവർ മുന്നേറിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിജയം കൈവരിക്കാനായത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തുടർച്ച വാസ്തവത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. കൃത്രിമമായി അവർ സൃഷ്ടിച്ച മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവരുണ്ടാക്കിയ സൃഷ്ടിക്കപ്പെട്ട പ്രതിച്ഛായ 12-14 വർഷക്കാലം അവർ പല രീതിയിൽ സൃഷ്ടിച്ച പ്രതിച്ഛായയ്ക്ക് അതിഭീകരമായ രീതിയിലുള്ള ചില വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഈ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഓരോരുത്തരും ആദ്യം പറഞ്ഞതിൽ നിന്ന് പിന്മാറുന്നത് കൊണ്ട് ഇതിനൊക്കെ തന്നെ കാരണം ആയിത്തീർന്നത് നിമിത്തമെന്ന രീതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ പ്രകോപനത്തിനുണ്ടായ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെ ഭാഷയോട് ഉപയോഗിക്കുകയും ചില വിദ്യാർത്ഥികൾ പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ പാർട്ടികളെപ്പോലെ തന്നെ യൂസ്ലെസ് ആയിട്ടുള്ള ആളുകളാണ് എന്നും അവർ ഒരു ഉദ്യോഗങ്ങളിലും എത്തിപ്പെടാൻ പറ്റാത്തവർ അവരുടെ അവർ അയാൾ പ്രയോഗിച്ച സാമൂഹ്യ മാധ്യമ പ്രവർത്തകരായി മാറുകയും വിവരാവകാശ പ്രവർത്തകരൊക്കെയായി മാറിക്കഴിഞ്ഞ് നമ്മളെപ്പോലുള്ളവരെ വിമർശിക്കാൻ വേണ്ടിയുള്ളൊരു കൂട്ടമായി മാറുന്ന പാർട്ടികൾക്ക് തുല്യമാണ് എന്ന് അധിക്ഷേപിച്ചതിനെതിരെ ഇന്നലെ അയാൾ തിരിച്ചു പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ തിരിച്ചു പറയേണ്ടി വന്നു. അതുപോലെ അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ കോടതിയിൽ പരാതി സമർപ്പിച്ചപ്പോൾ ഇത് നോക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല എന്ന രീതിയിൽ അവഹേളിക്കുകയായിരുന്നു. അതൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റം സംഘടിപ്പിക്കാൻ തീർച്ചയായിട്ടും യുവാക്കൾക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇത് തുടരേണ്ടതിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ എക്സാമിനേഷൻ അതിൽ നടത്തുന്ന അഴിമതിക്കെതിരെ സംഘടിപ്പിച്ച ഈ വലിയ സമരം വാസ്തവത്തിൽ അതിൻ്റെ തുടർച്ചയുണ്ട്. വിദ്യാഭ്യാസത്തെ അനുനിമിഷം വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ കണ്ട ധർമ്മേന്ദ്ര പ്രധാനെ മോഹൻ ഭഗത് എന്ന RSS നേതാവ് നിയോഗിച്ച് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തേണ്ട കാൽവീവൽക്കരണത്തെക്കുറിച്ചും ചരിത്രവിരുദ്ധമായ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇനിയും അത്തരം പോരാട്ടങ്ങൾ വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും ചരിത്ര
ചരിത്രപരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടങ്ങൾ ഇനി തുടരേണ്ടതുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഈ സമരത്തിൽ ഹൃദയപൂർവ്വം പിന്നെ അഭിവാദി വിജയത്തിൽ ആഹ്ലാദം ഹലോ ഇവിടെ ചോദ്യം എല്ലാവരും ഈ ഭരണഘടന ആമുഖം